ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശൂനോയ നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ ലോകം നമ്മെ ഉയരങ്ങളിലേക്ക് കയറാൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ വിശുദ്ധ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴുന്നവനാണ് യഥാർത്ഥത്തിൽ ഉയർത്തപ്പെടുന്നതെന്നാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹത്വം അവളുടെ സ്ഥാനത്തിലായിരുന്നില്ല, അവളുടെ വിനയത്തിലായിരുന്നു. ദൈവം അവളെ തിരഞ്ഞെടുത്തത് അവൾ ശക്തയായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവളുടെ ഹൃദയം ദൈവത്തിനായി തുറന്നിട്ടിരുന്നത് കൊണ്ടാണ്. വിനയമെന്നത് സ്വയം നിസ്സാരനാണെന്ന് കരുതലല്ല, ദൈവമില്ലാതെ എൻ്റെ ജീവിതത്തിന് പൂർണ്ണതയില്ലെന്ന തിരിച്ചറിയുന്നതാണ്. അതാണ് യഥാർത്ഥ ആത്മീയത. ഒരു നിറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാനാവില്ല. അതുപോലെ അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിൽ ദൈവകൃപയ്ക്ക് ഇടവുമില്ല. എന്നാൽ സ്വയം ശൂന്യമാക്കുന്ന ഹൃദയത്തിലാണ് ദൈവം തൻ്റെ സാന്നിധ്യം നിറയ്ക്കുന്നത്. ഈ ശൂനോയ നോമ്പിൽ നമുക്ക് നമ്മുടെ അഹങ്കാരത്തെ ക്രൂശിച്ച് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിനീതമായ ഹൃദയത്തെ പണിയാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിശുദ്ധമായ ജീവിതം നമ്മെ വിനയത്തിൻ്റെ പാതയിൽ നടത്തട്ടെ. അവളുടെ മധ്യസ്ഥതയാൽ നമ്മളുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ വാസസ്ഥലമായി തീരുവാൻ തക്കവണ്ണം ഇടയാവട്ടെ.